സിംഹാസനത്തിലിരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു. ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിലേക്ക് വീഴുകയാണ്. സിംഹാസനത്തിൽ ഇരുന്ന 24 മൂപ്പന്മാർ ആരാധിക്കുന്ന എങ്ങനെയാണ്? ദൈവസിംഹാസനത്തിന് മുമ്പിലേക്ക് വീണു. അടുത്തത്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ അവർ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വം ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിൽ മുമ്പിലിട്ടു. തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന്റെ മുമ്പിലിട്ടു. അതാണ് ആരാധന നടക്കുന്ന ഒരിടത്തും തലയിൽ കിരീടം വെച്ചുകൊണ്ടിരിക്കാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ഹൃദയത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിന്റെ മനസ്സിന്റെ കാര്യമാണ് പറയുന്നത്. അവിടെ നീ വലിയ ആളാണെന്നുള്ള ഭാവത്തിന്റെ ഒരു കിരീടം തലയിലുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ കിരീടം അവന്റെ മുമ്പിൽ വെച്ചു കൊടുക്കണം. നീ എവിടെയാണോ നിന്റെ മനസ്സിനെ ഇരുത്തിരിക്കുന്നത്, നിന്റെ അകത്ത് നിന്നെ കുറിച്ച് വലിയ ഭാവം അഹന്തയുണ്ട്, സിംഹാസനത്തിലാണ് ഇരിക്കുന്നെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി അവന്റെ മുമ്പിൽ വീണ് കിടക്കണം. അവന്റെ മുമ്പിൽ 24 മൂപ്പന്മാരും വീണ് കിടന്നുകൊണ്ട് കിരീടങ്ങൾ അവന്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്, നിനക്കാണ് യോഗ്യത, നീയാണ് ആരാധനയ്ക്ക് യോഗ്യൻ, നീയാണ് മഹത്വത്തിന് യോഗ്യൻ, നീയാണ് സ്തുതിക്ക് യോഗ്യൻ. ഹല്ലേലൂയ. എപ്പോഴാ ചെയ്യേണ്ടത്? 4 ജീവികൾ ദൈവത്തെ ആരാധിക്കുമ്പോഴൊക്കെയും മൂപ്പന്മാര് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി നിലത്തോട്ട് വീണ് കിരീടമെടുത്ത് വെക്കണം. ഇവരെപ്പോഴാ ആരാധിക്കുന്നത്? ഇവരാരാധിക്കുമ്പോഴെല്ലാം 24 മൂപ്പന്മാർ സിംഹാസനത്തിൽ നിന്ന് താഴേക്ക് വീണ കിരീടം എടുത്തു വെച്ച് ദൈവത്തെ ആരാധിക്കണം. അപ്പൊ ഇവരെപ്പോഴാ ആരാധിക്കുന്നത് കേട്ടോ? രാപ്പകൽ വിശ്രമം കൂടാതെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് രാപ്പകൽ വിശ്രമം കൂടാതെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ ചെന്ന സിംഹാസനത്തെ കിരീടം വെച്ചോണ്ട് ഞെളിഞ്ഞിരിക്കാമെന്ന് നീ വിചാരിച്ചിവിടുന്ന് പോകണ്ട. അവിടെ ചെന്നാൽ ചെയ്യാൻ പോകുന്ന മുഴുവനും ദൈവത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് അവരാണ് മഹത്വത്തിന് യോഗ്യൻ, അവരാണ് സ്തുതിക്ക് യോഗ്യരെന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. 5-ാം അധ്യായം 8-ാം വാക്യം. പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. 24 മൂപ്പന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ വീണു. ഇനിയും 12 വാക്യങ്ങൾ. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. അടുത്തത്, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളത് ഒക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണു നമസ്കരിച്ചു. മനസ്സിന്റെ മനോഭാവമാണ് വിഷയം. അകത്ത് ഏതെങ്കിലും വലിയ ആളാണെന്നുള്ള ഭാവമുണ്ടെങ്കിൽ നിനക്ക് ദൈവത്തെ ആരാധിക്കാൻ ഒക്കത്തില്ല. നീ അയോഗ്യനാണെന്നും നീ കഴിവില്ലാത്തവനാണെന്നും നിന്റെ ഒരു മിടുക്കുകൊണ്ടുമല്ല നീ ദൈവസേനയിൽ വന്നതെന്നും ഓർമ്മയുള്ളവനാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവന്റെ അകത്താണ് ആരാധന ഉയരുന്നത്. അപ്പോസ്തലനായ പൗലോസ് ആദ്യം എഴുതി കേൾക്കണമോ? ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല.
അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറവ് എനിക്കില്ല, അവരുടെ ഒപ്പമുള്ള ആളാ. പിന്നെഴുതി കേൾക്കണോ, സകല അപ്പോസ്തലന്മാരെക്കാളും ഏറ്റവും കുറഞ്ഞവനാ ഞാൻ. അപ്പോസ്തലൻ എന്നാ വിളിക്കാൻ യോഗ്യനല്ല സഭയെ ഉപദ്രവിച്ചുകൊണ്ട്. കുറെ കഴിഞ്ഞ മാറ്റം ഉണ്ടായി. കുറെ കഴിഞ്ഞപ്പോൾ എഴുതിയിരിക്കുക, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി ഞാൻ. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലൻ, അവിടുന്ന് കുറഞ്ഞ അപ്പോസ്തലന്മാരിൽ കുറഞ്ഞവനായി, പിന്നെ വിശുദ്ധന്മാരിൽ കുറഞ്ഞവനായി, ഏറ്റവും ഒടുവിൽ ജീവിതത്തിന്റെ അവസാന ഭാഗമായപ്പോൾ തിമോഥെയോസ് ലേഖനത്തിൽ എഴുതി, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എങ്ങനെ ഈ മാറ്റം വന്നെന്നറിയാമോ? കൃപയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കൃപയുടെ മുമ്പില് ഈ സ്ഥാനത്തിനോ മാനത്തിനോ പൊസിഷനോ വസ്ത്രത്തിനോ വേഷത്തിനോ ഒന്നും സ്ഥാനമില്ല. അവിടെ ഉള്ളത് കൃപയാണ്. കൃപയെന്ന് പറഞ്ഞാൽ യോഗ്യതയില്ലാത്ത നിന്നെ ദൈവം കൈക്കൊണ്ടു എന്നതാണ്. അവിടെ അയോഗ്യതയ്ക്കാണ് പ്രാധാന്യം. ഞാൻ അയോഗ്യനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പൗലോസ് പറയാ, ആ പാപികളിൽ ഞാൻ ഒന്നാമനാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം, എന്റെ ദൈവമേ, ഒരു യോഗ്യതയുമില്ലാത്ത എന്നോട് കാണിച്ച കൃപ എത്ര വലുത്. അവന്റെ കൃപയുടെ അത്യന്ത ധനത്തെയാണ് നമ്മൾ വരും കാലങ്ങളിൽ തിരിച്ചറിയുന്നത്. നമ്മുടെ താഴ്ച അറിഞ്ഞു കഴിയുമ്പോൾ, ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞു കഴിയുമ്പോൾ ആരാധന ഉണ്ടാവുകയാണ്. പിന്നെ നമുക്ക് സിംഹാസനത്തിൽ ഇരിക്കാനൊക്കത്തില്ല, പിന്നെ നമുക്ക് കിരീടം വെച്ചുകൊണ്ട് ഇരിക്കാനൊക്കത്തില്ല. അവന്റെ സാന്നിധ്യം വ്യക്തമാകുമ്പോഴെല്ലാം നീ ദൈവത്തിന് മുമ്പിലേക്ക് വീണ് കിടക്കും. എന്താണ് നമ്മുടെ സഭയിലോ കൂട്ടങ്ങളിലോ ഒക്കെ ആളുകൾക്ക് ആരാധനാ സ്ഥലത്ത് അശബ്ദമായിട്ടിരിക്കാൻ കഴിയുന്നത്, ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയുന്നത്, ആരാധനാ സ്ഥലത്തിൽ നിന്നും വഴക്കിടാൻ കഴിയുന്നത് എന്താ കാരണമെന്നറിയാമോ? ദൈവബോധമില്ല. ആരാധന ദൈവബോധത്തിലല്ല നൽകുന്നത്, ആരാധനാ സ്ഥലത്ത് മനുഷ്യബോധമാ. ആരെങ്കിലും പലരും ആരാധിക്കുന്നെങ്കിൽ പോലും അവിടെ ഇരിക്കുന്ന മറ്റു മനുഷ്യരെ ഓർത്തോണ്ട് ആരാധിക്കുന്നത്, അവരെ കാണിക്കാൻ കൈപൊക്കുന്നവരാ, അവരെല്ലാം കണ്ടെന്ന് വിചാരിച്ച് കയ്യടിച്ചെന്നുവരെ ഒച്ച വെച്ചെന്നുവരെ മനുഷ്യബോധത്തിലുള്ള ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. നിന്റെ അകത്തോട്ട് കയറേണ്ടത് ഇതാ, ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ കാണുന്നത് ദൈവത്തെ മാത്രം, അവന്റെ സിംഹാസനം മാത്രം, അവന്റെ സാന്നിധ്യം മാത്രം. ആ മഹാദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വന്നിരിപ്പാൻ യോഗ്യതയില്ലാത്ത എന്നെ യേശുവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി കൊണ്ട് വിശുദ്ധീകരിച്ച് കൊണ്ടുവന്നുവെങ്കിൽ ഞാൻ എത്രയധികം അവനെ സ്തോത്രം ചെയ്യണം, എത്രയധികം അവനെ ആരാധിക്കണം. എന്ത് ധൈര്യത്തിലാ വിശുദ്ധന്മാരുടെ പന്തിയിൽ ഇന്ന് പകല് നീ കയറിയിരിക്കുന്ന. ആരാ നിനക്ക് അവകാശം തന്നെ ഇവിടെ നിന്ന് കൈയടിക്കാനും ഒച്ച വെക്കാനും? നിനക്ക് എങ്ങനെയാണ് ഈ പ്രാഗൽഭ്യം ഉണ്ടായത്? താൻ തോന്നിയായി നടന്ന നിന്നെ, പാപത്തിൽ ജീവിച്ച നിന്നെ ആരാണ് ഇവിടോട്ട് വിളിച്ചോണ്ട് വന്നത്? ഒറ്റ മറുപടിയുള്ളൂ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി. അതെന്നെ കഴുകി, അതെന്നെ വിശുദ്ധീകരിച്ചു. ദൈവത്തിന്റെ മഹാകൃപ എന്നെ തേടി വന്നു. കൃപ കൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തെ സ്തുതിക്കും. സ്വന്തം കഴിവുകൊണ്ട്, മിടുക്കുകൊണ്ട്, പ്രാപ്തി കൊണ്ട്, മറ്റേതെങ്കിലും പൊങ്ങച്ചങ്ങൾ കൊണ്ട്, പ്രശംസ കൊണ്ടാണ് ദൈവസനിൽ വന്നെങ്കിൽ അവന് സ്തോത്രം പറയേണ്ട കാര്യമില്ലല്ലോ, ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആരാധനയിൽ തന്നെ 3 ലെവലായിട്ടുള്ള ആരാധനയുണ്ടെന്ന് പറയാറുണ്ട്. പ്രാകാരത്തിൽ നിന്നുള്ള ആരാധന, വിശുദ്ധ സ്ഥലത്തുള്ള ആരാധന, അതിപരിശുദ്ധ സ്ഥലത്തുള്ള ആരാധന. പഴയ നിയമത്തിലെ കാര്യമാണതെങ്കിലും പുതിയ നിയമ വിശ്വാസിയുടെ അനുഭവത്തിലും പ്രാകാരത്തിലുള്ള ആരാധന കിട്ടിയതിനൊക്കെ നന്ദി പറയുക. അവരാണ് ആരാധിക്കുമ്പോൾ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളവരാ. കാരണം ആരാധന വല്ലതും കിട്ടാനായിട്ടുള്ളതാ. ആരാധന എന്തിനുള്ള വല്ലതും കിട്ടിയതിന് സ്തോത്രം പറയുക. അത് തന്നല്ലോ കർത്താവേ, കാറ് തന്നല്ലോ, വീട് തന്നല്ലോ, മറ്റേത് തന്നല്ലോ, മറിച്ച് തന്നല്ലോ, എനിക്ക് നന്ദി പറയണം. പക്ഷെ പ്രാകാരത്തിലാ. പിന്നെ വിശുദ്ധ സ്ഥലത്ത് കയറുന്ന പുരോഹിതൻ, അവിടെ കയറുമ്പോഴുള്ള ആരാധന സ്തോത്രമാണ്. ഒന്നും തന്നില്ലെങ്കിലും സ്തോത്രം. നീ ദൈവമായതുകൊണ്ട് നിന്നെ സ്തുതിക്കുക, അതാണ് സ്തോത്രം ചെയ്യുക. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതൊന്നുമില്ല. നിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെടുക. നിന്റെ ആത്മാവ് എന്റെ ഉള്ളം വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നതിന്റെ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യം അറിയുക. അവിടെ നീ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിച്ച് നിനക്ക് വിശപ്പുണ്ടാകത്തില്ല, ദാഹമുണ്ടാകത്തില്ല, ക്ഷീണമുണ്ടാകത്തില്ല. കാരണം മോശെ പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് വിളിച്ചുകൊണ്ട് ചെന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ
440 രാവും 40 പകലും അവൻ ഇരുന്നപ്പോൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 40 ദിവസം പർവ്വതത്തിന് മുകളിൽ ദൈവത്തിന്റെ സന്നിധിയിൽ എങ്ങനെ മോശയ്ക്ക് ഇരിക്കാൻ കഴിഞ്ഞു? അതാ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് ജീവൻ പകർന്നുകൊണ്ടിരിക്കും. ദൈവ സാന്നിധ്യം നിന്നിൽ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ നീ ദൈവത്തെ കാത്തിരിക്കുകയാണെങ്കിൽ, ദൈവത്തെ കാത്തിരിക്കുന്നവനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു വചനം ഞാൻ പറയാം. ബലമില്ലാത്തവന് അവൻ ബലം വർദ്ധിപ്പിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് അവൻ ശക്തി നൽകുന്നു. യൗവനക്കാരുടെ വീഴും, ബാല്യക്കാർ തളർന്നു പോകും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. ദൈവത്തെ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. അവർ കഴിയന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ ക്ഷീണിച്ചു പോകാതെ ഓടും, അവർ തളർന്നു പോകാതെ നടക്കും. എന്ന ബലമില്ലാതെ വന്നെങ്കിൽ നിന്റെ ബലം ദൈവം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ക്ഷീണിച്ച് വന്നെങ്കിൽ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നു. ദൈവസിംഹാസനത്തെങ്കിൽ ദൈവത്തെ കാത്തിരിക്കുന്നുവെങ്കിൽ ക്ഷീണം മാറും, ബലഹീനത മാറും, അശ്രദ്ധകൾ മാറും. അങ്ങോട്ട് കയറണം. ദൂരത്ത് നമസ്കരിച്ചിട്ട് പോകല്ല. പ്രാകാരത്തിന്റെ വാതിൽക്കൽ ചെന്ന് കർത്താവെ തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ചോടിപ്പോകരുത്. പുരോഹിത, നീ അവിടെ നിൽക്കേണ്ടവനല്ല. അകത്തോട്ട് കയറി അകത്തോട്ട് കയറി വന്ന് അവിടെയുള്ള തങ്കവിളക്കിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് മേശപ്പുറത്തിരിക്കുന്ന കാഴ്ചയപ്പം ഭക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള ധൂപപീഠത്തെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് തിരശീല കയറിയതുകൊണ്ട് അകത്തോട്ട് കയറി ചെല്ല്. ദൈവത്തിന് ഷക്കീന മേഘം ഇറങ്ങി വസിക്കുന്ന കൃപാസനം അവിടെയുണ്ട്. കൃപാസനത്തിന്റെ അടുക്കൽ ചെന്ന് നിന്റെ ആത്മാവ് അവനെ ആരാധിക്കട്ടെ. ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് രാവിലെ 7:30 മുതൽ ഇവിടെ ഇരിക്കുകയാണ്. നിന്റെ ആത്മാവെന്ന കൃപാസനത്തെ തൊടാതെ ഇവിടുന്ന് പോകരുത്. നിന്റെ ആത്മാവിലേക്ക് ദൈവത്തിന്റെ ചൈതന്യം ഇറങ്ങി വന്ന് നിറയട്ടെ. നിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒരു ബലം പകരട്ടെ. നിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പ്രതികൂലങ്ങളെ പിടിച്ചു നിൽക്കുവാൻ, പ്രതിസന്ധികൾ ജയിച്ചു നിൽപ്പാൻ, ജയത്തിന്റെ കൊടി ഉയർത്തിക്കൊണ്ട് ജീവിക്കുവാൻ എന്ന് ദൈവത്തിന്റെ വലിയ ശക്തി ഏറ്റുവാങ്ങിക്കൊണ്ടേ പോകാവുള്ളൂ. നീ കൊടി താഴ്ത്തിക്കെട്ടേണ്ടവനല്ല, കൊടി ഉയർത്തേണ്ടവനാണ്. കർത്താവിന്റെ നാമത്തിൽ 2012 കൊടി ഉയർത്തുവാൻ ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. നീ ജയത്തിന്റെ കൊടി ഉയർത്തുക. നീ പേടിച്ചിരിക്കേണ്ടവനല്ല, തലകുരിച്ചിരിക്കേണ്ടവനല്ല, പ്രാഗൽഭ്യമില്ലാതെ നടക്കേണ്ടവനല്ല, കരിന്തിരി കത്തേണ്ടവനല്ല. നീ ജ്വലിച്ച് പ്രകാശിക്കേണ്ടവനാണ്. ഒരു തീപ്പന്തം പോലെ ജ്വലിച്ച് പ്രകാശിക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. ദൈവം നിന്റെ കുടുംബത്തെ കണ്ടിരിക്കുകയാണ്. ദൈവം നിന്നെ ശുശ്രൂഷയെ കണ്ടിരിക്കുകയാണ്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആ ശക്തി, ആ കൃപ, അത് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല, അത് മൂടി വെക്കുവാനുള്ളതല്ല, അത് വ്യാപാരം ചെയ്യുവാനുള്ളതാണ്. അതിനുള്ള സമയം വന്നിരിക്കുന്നു. നീ കാത്തിരുന്ന സമയം വന്നിരിക്കുന്നു. ദൈവത്തിനെ ഉപയോഗിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് കണ്ടുകൊണ്ട് നീ അവനെ ആരാധിക്കണം. സീനായ് മലയുടെ അടിവാരത്തിൽ മുൾപ്പുറപ്പിൽ കത്തിയൊലിക്കുന്ന തേജസ് കണ്ടുകൊണ്ടാണ് മോശയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. തീ പക്ഷേ മുൾപ്പുറപ്പ് വെന്ത് ചാരമാകുന്നില്ല. അടുത്ത് എന്നപ്പോൾ ദൈവം സംസാരിക്കുക. നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, കാലിന് ചെരിപ്പഴിച്ചു കളക. നിയോഗം കൊടുത്തിട്ട് ഒരു കാര്യം പറഞ്ഞു, ഞാനാ നിന്നെ വിടുന്നതിന്റെ അടയാളം. നീ തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്നെ ആരാധിക്കും. തിരിച്ചു വന്നപ്പോൾ ആരാധിച്ചു. തിരിച്ചു വന്നപ്പോൾ അവർ വന്നപ്പോൾ അവിടെ വന്ന് ആരാധിക്കാൻ വന്നപ്പോൾ മുൾപ്പുറപ്പല്ലിപ്പോൾ തീ കത്തുന്ന പർവ്വതം, മല മുഴുവൻ തീ പിടിച്ചു. പണ്ട് മുൾപ്പുറപ്പിലെ തീയുള്ളായിരുന്നു, ഇപ്പോൾ മല മുഴുവൻ തീ പിടിച്ചിരിക്കുകയാണ്. മല മുഴുവൻ ദൈവ തേജസ് ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം. അവിടെ കേൾക്കുന്ന ശബ്ദം, ഇടിനാദം കേൾക്കുന്നുണ്ട്, ഭൂകമ്പമുണ്ടാകുന്നുണ്ട്. ദൈവ സാന്നിധ്യത്തിന്റെ എല്ലാ പ്രത്യക്ഷ ലക്ഷണങ്ങളുമുണ്ട്. അവിടോട്ട് ആ മോശെ വിളിച്ചു കയറ്റി 40 ദിവസം ഇരുന്നേച്ച് ഇറങ്ങി വന്നപ്പോൾ ഇപ്പോൾ മലയിലല്ല തീയ്, മോശയാ കത്തുന്നു. മോശെ ദൈവദേശം കയറി പിടിച്ചു. പണ്ട് മുൾപ്പുറപ്പിൽ കണ്ട ദേശം ഇപ്പോൾ മോശയുടെ ദേഹത്ത്, മോശയുടെ മുഖത്ത്. ചേട്ടൻ അഹരോൻ പറയുന്നു, അയ്യോ ഒരു മൂടുപടം വലിച്ചിട്ട് ഞങ്ങൾക്ക് നോക്കാൻ വയ്യ, നിന്നെ നോക്കാൻ വയ്യ, മോശ നിന്നെ നോക്കാൻ വയ്യ എന്ന് മോശയ്ക്ക് തീ പിടിച്ചു. എന്ന് ഇവിടെ നിന്ന് കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ തീ പിടിച്ച് ഇവിടുന്ന് പോകാവുള്ളൂ. ദൈവത്തിന്റെ തേജസ്സിന് തീ പിടിച്ച് നീ പോകണം. എബ്രോയിൽ പോയി ദൈവസ്ഥലിൽ ഇരുന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നിന്റെ മേൽ ദൈവത്തിന്റെ തേജസ് കത്തിപ്പിടിക്കട്ടെ. ഹല്ലേലൂയ.
ദൈവ സാന്നിധ്യത്തിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ നീ എല്ലാം വിസ്മരിച്ചു പോകും. 7-ാം അധ്യായത്തിന്റെ 11 വാക്യങ്ങൾ, 7-ന്റെ 11 വാക്യങ്ങൾ, സ്വർഗത്തിലെ ആരാധന. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു. സിംഹാസനത്തിന്റെ മുമ്പിൽ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചതാണ് ആരാധന. വീണ് നമസ്കരിക്കുക. 11-ാം അധ്യായം 16-17 വാക്യങ്ങൾ. 11-ന്റെ-16-17. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. 19-ാം അധ്യായം 5-ാം വാക്യം മുതൽ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരും ആയുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറഞ്ഞൊരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും, വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ ഞാൻ കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുന്നത് ഉറക്കം തൂങ്ങി ആരാധിക്കല്ലേ കേട്ടോ. ആളുകളെ തൃപ്തിപ്പെടുത്താൻ ആരാധിക്കല്ലേ. ഇടത്തും വലത്തിരിക്കുന്നവരൊക്കെ അനങ്ങാതിരിക്കുകയാണ്, ഞാനും അനങ്ങാതിരിക്കുകയാണെന്ന് ധരിക്കരുത്. നിന്റെ അകത്തോട്ട് സ്പിരിറ്റ് കയറിയിട്ട് പരിസരം മറന്ന് ദൈവത്തെ നീ ആരാധിക്കണം. നിന്റെ ഇമോഷൻസ് ദൈവത്തിന് കൊടുക്കണം, നിന്റെ വികാരങ്ങൾ ദൈവത്തിന് കൊടുക്കണം, നിന്റെ ശക്തി ദൈവത്തിന് കൊടുക്കണം. മുഴുവൻ അങ്ങ് വീണ് കിടക്കുകയാണ്. ഇതെല്ലാം എന്റെ ദൈവത്തിനാണ്. ഇവിടെ ഒറ്റ മനുഷ്യനെ എനിക്ക് പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു മനുഷ്യന്റെയും മുമ്പിൽ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. എന്റെ അകത്ത് ദൈവം തന്ന വെളിച്ചം അത് ശോഭിക്കട്ടെ. എന്റെ അകത്ത് ദൈവം തന്ന കൃപ അത് വ്യാപരിക്കട്ടെ. എന്റെ മേൽ പോകുന്ന അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അത് ഞാൻ ദൈവവുമായിട്ടാണ് എനിക്ക് കാര്യമുള്ളത്. നിന്റെ ആരാധന ദൈവത്തിനാണ്. ആരെങ്കിലും കൈവെക്കാൻ പറയുന്നുണ്ട്, കൈവെക്കാനുള്ള ആളല്ല നീ. ആരെങ്കിലും കൈയടിക്കാൻ പറയുന്നുണ്ട്, കൈയടിക്കാനുള്ള ആളല്ല നീ. ആരെങ്കിലും പറയുമ്പോൾ ചെയ്തു തെറ്റില്ല, എന്നാൽ അല്ലാതെ തന്നെ നിന്റെ അകത്തുനിന്ന് വരേണ്ടതാണിത്. നീയും ദൈവവുമായിട്ടാണ് കാര്യം. നീ ദൈവത്തെ ആരാധിച്ചിട്ട് എന്ന് പോകാവുള്ളൂ. ഇത് ആരാധനാ ദിവസമാണ്. ഇന്ന് ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുത്തിട്ടേ പോകാവുള്ളൂ. സ്വർഗത്തിൽ ചെന്ന് കമണ്ണ് വീണ് ആരാധിക്കാനുള്ള നീ നിന്റെ അകത്ത് തന്നെ എപ്പോഴും ദൈവ സന്നിധിയില് കമണ്ണ് കിടന്ന് ആരാധിക്കാൻ നിനക്ക് കഴിയണം. മുട്ടിൽ നിന്ന് ആരാധിക്കാൻ നിനക്ക് കഴിയണം. വൃദ്ധനായ ദാനിയേൽ പോലും അവന് ആയിരുന്നപ്പോഴ് അവന്റെ കിളിവാതിൽ തുറന്നു വെച്ച് യെരൂശലേമിന് നേരെ തുറന്നു വെച്ച് ദിനം പ്രതി 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തുക, ദൈവത്തിന് മുമ്പിൽ കവിണ്ണു വീണ് കിടക്കുക, ദൈവത്തെ അങ്ങനെ ആരാധിക്കുക, എല്ലാം മറന്ന് ആരാധിക്കുക. ആരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആരാധനയ്ക്ക് വേണ്ടി വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ. അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല ആരാധിക്കുന്നത്. ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് രോഗശാന്തി. ആരാധനയുടെ ബൈ പ്രൊഡക്റ്റ് ആണ് ബന്ധനങ്ങൾ അഴിയുന്നത്. ആരാധന ബൈ പ്രൊഡക്റ്റ് ആണ് നിനക്ക് വിടുതൽ. എന്നാൽ ബൈ പ്രൊഡക്റ്റ് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ചെയ്യുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം ചെയ്യാനുള്ളത് ദൈവം നിനക്ക് വേണ്ടി ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ കാണാം, അവർ ഉല്ലസിച്ചു ഘോഷിച്ചു. എന്തോ ഉല്ലസിച്ച് ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ
ഒരു ആരാധനയ്ക്ക് മൂടില്ലാത്ത കാര്യം നീ ചെയ്താൽ പുറകെ മൂട് വരും. ഓർത്തോണം, ഏതെങ്കിലും കാര്യം ചെയ്യാൻ മൂടില്ലെങ്കിൽ ആ കാര്യമൊക്കെ ചെയ്താൽ മതി, പുറകെ മൂട് വരും. മൂടിന്റെ പുറകെ നീ പോകരുത്. സ്വോത്രം പറയാൻ മൂടില്ലെങ്കിൽ, മൂടില്ലാത്തപ്പോഴും കുറെ സ്വോത്രം പറഞ്ഞുമൊക്കെ കുറച്ച് കഴിയുമ്പോൾ സ്വോത്രം പറയാനുള്ള മൂട് തന്നെ വരും. മൂട് പുറകെ വന്നോളും, മൂടിന്റെ പുറകെ നീ പോകരുത്. ഏത് കാര്യമാണെങ്കിലും അങ്ങനെ. ഏത് കാര്യത്തിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂടില്ലെങ്കിൽ ചെയ്യാനുള്ള കാര്യം ചെയ്തോണം. വിൽ പവർ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്, ഇച്ഛാശക്തി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ആരാധിപ്പാൻ വന്നാൽ നീ ആരാധിച്ചിട്ട് പോകണം, മൂട് നോക്കണ്ട. ചില ആളുകൾ പറയും ഇന്ന് നല്ലൊരു ആരാധിക്കാവുന്ന ഒരു സഭായോഗത്തിന് വന്നോ ഇന്നൊരു അന്തരീക്ഷം ഇല്ല എന്നൊക്കെ പറയും. ആരാ കൊണ്ടുവരേണ്ട അന്തരീക്ഷം ആരാ കൊണ്ടുവരണ്ടേ? നീ വന്നപ്പോ എന്താ അത് കൊണ്ടുവരാഞ്ഞത്? ആരാധനയ്ക്ക് വീട്ടിൽ നിന്ന് ആത്മീയ ചൂടിൽ, ആത്മീയ തീക്കനലും കൊണ്ട് വേണം ആരാധനയ്ക്ക് വരാൻ. അങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും തീക്കനൽ ഒന്നിച്ചു വരുമ്പോഴാണ് തീ കത്തുന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് ആരെങ്കിലും തീ കത്തിച്ചില്ലെന്നും പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് പോകരുത്. നിന്റെ തീ എവിടെ? നിന്റെ അകത്ത് വീണ തീക്കനൽ എവിടെ? അത് കത്തി ജ്വലിക്കട്ടെ. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക, അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിന്റെ ആത്മാവിന് അർത്ഥമുണ്ടാകുന്നത് ആരാധിക്കും. നിന്റെ ആത്മാവ് റിയലൈസ് ചെയ്യുന്ന ആരാധിക്കുമ്പോഴാ, നിന്റെ ആത്മാവ് മീനിങ് ഫുൾ ആകുന്ന ആരാധിക്കുമ്പോഴാ, നിന്റെ ആത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയാ. ദൈവവുമായുള്ള ഏറ്റവും അർത്ഥപൂർണമായ കമ്മ്യൂണിക്കേഷൻ ആരാധനയാണ്. ഏത് എക്സ്പ്രഷൻ വേണം ഉപയോഗിക്കാം. ചിലർ ആരാധിക്കുമ്പോഴാണ് കണ്ണുനീര് വരുന്നത്. കരഞ്ഞോ ദൈവം പറയും എന്റെ പൈതൽ എന്നെ ആരാധിക്കുന്നു. ചിലരൊക്കെ കൈവൊക്കിക്കോ, ചിലർക്ക് കൈയടിച്ചോ, ചിലർക്ക് തുള്ളിച്ചാടിക്കോ. ഏത് എക്സ്പ്രഷൻ വേണമെങ്കിലും നിന്റെ അകത്ത് ആരാധനയുടെ ആ വലിയ ശക്തിയുടെ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോ. സമയയോഗത്തിലാണെങ്കിൽ എല്ലാം ചന്ത ഉചിതമായിരിക്കണം. നീ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കണം. പല ആളുകൾക്കും കൂട്ട ആരാധനയുള്ളൂ, പല ആളുകൾക്കും കൂട്ട പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ യോഗത്തിലുള്ള പ്രാർത്ഥനയല്ലാതെ പിന്നെ അവരൊരിക്കലും പ്രാർത്ഥിക്കില്ല. യോഗത്തിൽ വേണം അവർ നീട്ടി പ്രാർത്ഥിക്കാം, പിന്നെ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ല. ആരാധനയോ എല്ലാവരും കൂടി വന്നിരിക്കുമ്പോൾ ഉള്ള ആരാധനയുണ്ട്, ഒച്ചയുണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിയും പിന്നെ ആരാധനയില്ല. ആഴ്ചയിൽ ഒരു ദിവസം ആരാധന, ബാക്കി ദിവസങ്ങളിൽ ഇഷ്ടം പോലെ ജീവിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങി ഈ ബസ് കർമ്മ സ്തോത്രം പറയണം, വണ്ടി കർമ്മ സ്തോത്രം പറയണം, വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണം, പകല് മുഴുവൻ ദൈവത്തെ സ്തുതിക്കണം, രാത്രി ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ബോധപ്പെടുത്തണം. കാരണം നിരന്തരം ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്, നിരന്തരം ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണ്. അതുമാത്രമേ വളരത്തുള്ളൂ. അങ്ങനെയുള്ളതാണ് ജീവിക്കുന്നത്. നീ ജീവനുള്ള ഒന്നാണ് നിന്റെ അകത്തുള്ളത്, ചത്തയൊന്നല്ല, കുറെ ക്രമങ്ങളല്ല, കുറെ ചിട്ടകളല്ല, കുറെ ഫ്രെയിമല്ല, കുറെ ചടങ്ങുകളല്ല നമുക്കുള്ള ജീവൽ ബന്ധമാണ്. ഒരു മരം ആഴത്തിലേക്ക് വേരിറക്കിയിട്ട് അതിന്റെ ശാഖകൾ പടർന്ന് പന്തലിക്കുന്ന പോലെയാണ് നിന്റെ ആത്മീയ ജീവിതം. ക്രിസ്തുവിൽ വേരൂന്നിരിക്കുകയാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന മരം പോലെയാണ് നീ തക്കകാലത്ത് ഫലം കായ്ക്കണമെങ്കിൽ നിരന്തരം വളർച്ചയുണ്ട്. നിരന്തരം ഈ ജീവന്റെ രസത്തിന്റെ ഒഴുക്കുണ്ടാകണം. ജീവന്റെ രസം നിരന്തരം ഒഴുകണമെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, അയ്യോ എന്റെ ഉള്ളം ദാഹിക്കുന്നു. മരുഭൂമിയില് വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിച്ച് മോഹാത്സ്യപ്പെടുന്നു. കോരപുത്രന്മാർ പ്രാർത്ഥിച്ച് മാൻ നീർത്തുള്ളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ എന്റെ ഉള്ളം നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. അകത്തുണ്ടാകേണ്ടതാണ്. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് പോലും അകത്തിതുണ്ടായിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിന് ഉള്ളിൽ വഹിച്ചു നടക്കുന്ന ദൈവ പൈതലെ നിന്റെ അകത്ത് എത്ര അധികമുണ്ടാകണം. എന്തിനാ ആത്മാവിനെ നിനക്ക് തന്നത്? പരിശുദ്ധാത്മാവിനെ എന്തിനാ നിന്റെ മേൽ പകർന്നത്? ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ എന്തിനാ വസിക്കുന്നത്? നിന്നിൽ വസിക്കുന്ന അഭിഷേകമെന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ എന്നൊരു അഭിഷേകം നിന്നിൽ വസിക്കുന്നത്. അഭിഷേകം കൊണ്ട് നീ ഒരു പുരോഹിതനായി. പുരോഹിതൻ ചെയ്യേണ്ടത് ആരാധനയാണ്. പുരോഹിതൻ ചെയ്യേണ്ടത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവൻ യാഗപീഠത്തിൽ ശുശ്രൂഷിക്കുന്നവനാണ്. അവൻ നിരന്തരം ശുശ്രൂഷിക്കുന്നവനാണ്. ദൈവത്തിന്റെ നാമത്തിനൊക്കെ മഹത്വം കൊടുക്കേണ്ടവനാണ്. ദൈവഭയം ഇല്ല വന്നാൽ, ദൈവ സാന്നിധ്യബോധം ഇല്ലാതെ വന്നാൽ രക്ഷിക്കപ്പെടാത്ത ആളുകളെക്കാൾ കൂടുതൽ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകാൻ പോവുക. ദൈവത്തെ അപമാനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. തന്റെ മഹത്വം മറ്റിടത്തിന് വിട്ടുകൊടുക്കുകയല്ലെന്ന് മാത്രമല്ല, അവന്റെ നാമം വൃഥാവെടുക്കാൻ അവൻ സമ്മതിക്കത്തില്ല. ദൈവസന്നിധിയിൽ വന്ന് ദൈവ സാന്നിധ്യ ബോധമില്ല, ദൈവസന്നിധിയിൽ സഭയിൽ വന്ന് സഭായോഗത്തിൽ വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ പിന്നെ വേറെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. അവിടെ പിറുപിറുപ്പുകാർ കാണും,
എല്ലാ സഭയിലും 100 പേരുണ്ടെങ്കിൽ 2 പേര് വഴക്കാളികളായിരിക്കും. അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട 2 പേര് അവരുടെ വഴിക്ക് പോട്ടെ. 98 പേര് ദൈവത്തെ ആരാധിക്ക്. നീ ദൈവത്തെ മതി. 2 പേർക്ക് വേണ്ടി ബാക്കി ആളുകൾ മലിനപ്പെടരുത്. അവരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കല്ല, അവരെ ശബ്ദിച്ചുകൊണ്ടിരിക്കരുത്. അതല്ല, നോക്കാനല്ല നീ വന്നോ. നീ ദൈവത്തെ ആരാധിക്കാൻ വന്നവനാ. അതിനുവേണ്ടി ദൈവം വിളിച്ച ദേശത്ത് നിന്നെ ആക്കി വെച്ചത്. ഓരോ ദേശത്തും ദൈവം മുൻകൂട്ടി കണ്ട ചില കുടുംബങ്ങളുണ്ട്, ചില വ്യക്തികളുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച് ദൈവം വേർതിരിച്ച് അഭിഷേകം ചെയ്ത് ദേശത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നീ കർത്താവിന്റെ മഹത്വമുള്ളവനായി നിൽക്കാനാ. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുമ്പോൾ ദുഷ്ടപിശാച് നിനക്ക് വിരോധമായി പോരാടുന്നുണ്ട്. നിന്റെ നന്മകളെ അപഹരിപ്പാനും നിന്റെ ജീവിതത്തെ നിരാശപ്പെടുത്താനും നിന്റെ വിളക്ക് കെടുത്തിക്കളയുവാനും ശത്രു പോരാടുന്നുണ്ട്. നിന്റെ കൃപകളെ ഒതുക്കി വയ്ക്കുവാൻ, നിന്റെ പ്രയോജനം നഷ്ടപ്പെടുത്തുവാൻ ദുഷ്ടശക്തികൾ പോരാടുന്നുണ്ട്. അതിന്റെ മുമ്പിൽ നീ പകച്ചു നിൽക്കരുത്. അതിന് മുമ്പിൽ അറച്ചു നിൽക്കരുത്. അത് കണ്ട് പേടിച്ച് നിൽക്കരുത്. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നിന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അവനെത്തിയേക്കോ. അവന്റെ എണ്ണ, അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ മേൽ പകരുന്നു. ഇന്ന് മുതൽ അഭിഷേകത്തിന്റെ എണ്ണ നിന്റെ മേൽ പകരുന്നു. നിന്റെ ദീപത്തെ അവൻ കത്തിക്കുന്നു. ശക്തിയുള്ള പ്രഭയുമായി മാത്രമേ ഇവിടെ പോകാവുള്ളൂ. ജ്വലിച്ച് പ്രകാശിക്കുന്ന തീപ്പന്തവും മാത്രമേ ഇവിടുന്ന് പോകാവുള്ളൂ. നിന്റെ നാടിനെ കത്തിക്കുവാൻ, നിന്റെ ദേശത്തെ കത്തിക്കുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്തിന്റെ ശക്തി കൊണ്ട് ദേശങ്ങൾക്ക് വിടുതൽ ഉണ്ടാകുവാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ വിരൽ ചൂണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളെ ദൈവം വേർതിരിക്കാൻ പോകുന്നു. നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന വീടുകളിൽ ദൈവത്തിന്റെ ശക്തി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. നീ കൈവച്ച് പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് അത്ഭുത സൗഖ്യം നൽകുന്നു. നീ കൈയുയർത്തി അവകാശം പറയുന്ന ദേശങ്ങളിൽ ദൈവത്തിന് ഉണർവ് ദൈവം അയക്കാൻ പോകുന്നു. ദൈവത്തിന്റെ ദാസനെ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് എന്ന് പകൽ നിന്റെ മേൽ ദൈവം പകരുന്നു. അത്യന്ത ശക്തി എന്ന് പകൽ നിന്റെ മേൽ ദൈവം പകരുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. 2011 വരെ നീ വിങ്ങി വിങ്ങി നടന്ന വിഷയങ്ങളുണ്ട്. അയ്യോ, മറുപടി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇനി പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയങ്ങളുണ്ട്. എന്നാൽ 2012 ദൈവത്തിന്റെ അത്ഭുതം നിന്റെ പെരയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്തുന്ന വർഷമാണ്. 2012 ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന വർഷമാണ്. നീ ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു കുറവും വരുത്തരുത്. പരിസരം മറന്ന് ഇന്ന് മുതൽ ദൈവത്തെ ആരാധിക്കുക. മനസ്സ് തെളിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ ശക്തിയോട് ദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആരാധിക്കുക. പൂർണ്ണ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. അതിശക്തമായി ദൈവത്തെ ആരാധിച്ചിട്ട് ഇന്ന് നീ ഇവിടുന്ന് പോകാമുള്ളൂ. തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന് എരച്ചിൽ പോലെ, മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തെ പിന്നെയും കേട്ടത്. Oriandala Karababa Samdara Saptariadala Hanjala Hadiadala Haidaldara Sundari Saptariadala. We praise you, Lord. We praise you, Lord. ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധന ബൈ പ്രൊഡക്റ്റായ രോഗശാന്തി നിന്റെ മേൽ കടന്നു വരുന്നു. നീ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധനയുടെ ബൈ പ്രൊഡക്റ്റായ വിടുതൽ നിന്റെ ഭവനത്തിന് ദൈവം നൽകുന്നു. ഒച്ചമുരുള്ളങ്കാൽ അഭിനയിക്കുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തി നിന്റെ നാടിചരമ്പുകളില്, നിന്റെ ആ മാംസപേശികളില്, നിന്റെ അസ്ഥി പഞ്ചരങ്ങളില്, നിന്റെ ആന്തരിക അവയവങ്ങളില് എന്ന് പകൽ വ്യാപരിച്ച അത്ഭുത രോഗശാന്തിയുടെ കൃപ നിന്നെ ശരീരത്തിൽ ദൈവം അയക്കുന്നു. അവൻ നിന്നെ ബലപ്പെടുത്തുന്നു. അവൻ നിന്നെ ശക്തിപ്പെടുത്തുന്നു. അവൻ നിന്റെ ക്ഷീണത്തെ മാറ്റുന്നു. അവൻ നിന്റെ ബലഹീനതയെ മാറ്റുന്നു. നിന്റെ ജീവിതത്തിലുള്ള അബദ്ധങ്ങൾക്ക് അവൻ പരിഹാരം തരുന്നു. നിന്റെ ജീവിതത്തിലായ ബുദ്ധിമോശങ്ങൾക്ക് അവൻ പരിഹാരം വരുത്തുന്നു. നിന്റെ ജീവിതത്തിലുണ്ടായ ഭോഷത്വങ്ങൾക്ക് അവൻ വിടുതൽ തരുന്നു. മറ്റുള്ളവർ നിന്നെ ചതിച്ചു, മറ്റുള്ളവർ നിന്നെ വഞ്ചിച്ചു. ആ ദുഃഖത്തിൽ നീ ഇന്നിവിടെ വന്നിരിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി നിന്നെ വിടിയിപ്പാൻ എഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന്റെ ശക്തി നിനക്ക് അനുകൂലമായി വ്യാപരിക്കുന്നു. അവന്റെ ബലത്തിന് വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പോ ഇന്ന് നിനക്ക് വേണ്ടി വ്യാപരിക്കുന്നു. We praise you, Lord. We worship you, Lord. We praise you. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ.
Hallelujah, 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 hallelujah. ഓരോ ജീവിതത്തിന് മേലും ആദ്യം ശക്തി വ്യാപരിക്കട്ടെ. ആദ്യം ശക്തി, ഉയരത്തിലെ ശക്തി ഓരോ ജീവിതത്തിന് മേലും വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. Hallelujah, hallelujah. കർത്താവിന്റെ ദാസന്മാർ ഡോക്ടർ വത്സനെ അബ്രഹാം, മറ്റ് ദൈവദാസന്മാർ മുമ്പോട്ട് വന്ന് തോമസ്, പാസ്റ്റർ ഷിബു, പാസ്റ്റർ ജെസി തോമസ്, പാസ്റ്റർ കെ എം ജോസഫ് എല്ലാവരും മുമ്പോട്ട് വന്ന് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ ബോധപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Next year's convention will be from January 13th through the 20th. അടുത്ത വർഷത്തെ നമ്മുടെ കൺവെൻഷൻ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ജനുവരി മാസം 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങളായിരിക്കും. 2013 ജനുവരി 13 മുതൽ 20 വരെയുള്ള ദിവസങ്ങൾ. Pastor John Sundar Rao, the president of the IPC Andhra State, will pray in Telugu, and Pastor T.S. Abraham will pronounce the benediction. Praise the Lord. ప్రార్థన చేద్దాము. ప్రేమగల మా తండ్రి, కృపాపూర్ణుడు అయిన యేసయ్యా, కార్యకార్యమైన పరిశుద్ధాత్మ దేవా, మీకు వందనములు చెల్లిస్తున్నాం. అనాది కాలముగా ఉన్న మీ సంకల్ప ప్రకారముగా మీ దాసులను లేపి ఇండియా పెంతెకోస్తు దేవుని సంఘమును స్థాపించి దినదినము అభివృద్ధిపరచుచున్న దేవా, మీకు వందనములు చెల్లిస్తున్నా. హల్లెలూయా. ఇది మీ పని ప్రభువా. It is thy work. It is thy work. Thy name alone be glorified in this convention. We praise the Lord for the great success of this convention. The Lord enabled thy servants and anointed them afresh and made this convention grand success. Thank you, Jesus. Hallelujah. Hallelujah. The Lord chosen thy servants. Hallelujah. The Lord chosen Apostle K. Abraham and used him in a marvelous way. We are seeing his labors. Thy name is being glorified every year and everywhere and every church, not only in Kerala, throughout the globe. Hallelujah. Hallelujah. Devamike stotram.
ఈ సంవత్సరం కన్వెన్షన్ కూడా ఇంత ఆశీర్వాదకరంగా జరిగించేందుకు స్తోత్రము చెల్లిస్తున్నా. పాస్టర్ టిఎస్ అబ్రహాం గారిని, అలాగే ప్రెసిడెంట్ గారిని, కేసీ జాన్ గారిని, సెక్రటరీ గారైన అలాగే వల్సన్ అబ్రహాం గారిని, దేవా ఎగ్జిక్యూటివ్ అంతటిని, కేరళ ఎగ్జిక్యూటివ్ ను అందరినీ కూడా మీరు బలపరిచి ఈ కన్వెన్షన్ ఇంత ఆశీర్వాదకరంగా జరిగించినందుకు మీకు స్తోత్రములు చెల్లిస్తున్నా. హల్లెలూయా. We thank the Lord once again. Thou art enabled thy anointed servants and used them in a marvelous way for the success of this conversion, for the glorification of thy name. Thank you, Lord. We enjoy thy presence in these meetings. As the people are leaving from this pandal to their native places, be with them, Lord. Anoint them afresh. Help them to grow into the fullness, so that they may be raptured on the day of thy second coming. As thy humble servant, I commit all the anointed servants and leaders and all the believers and well-wishers who are gathered in this convention. I commit them all in thy marvelous name with the boldness of thy precious blood, so that they may be prepared and be raptured at the second coming of thine, at thy second coming. Thank you, Jesus. Hallelujah. ప్రభువా, వారు గృహములకు వెళుచుండగా మీ సన్నిధి వారికి తోడుగా ఉంచి, హల్లెలూయా, నూతన అభిషేకముతో ప్రభువా వారిని అభిషేకించి మీరు అక్కడ కొరకు సిద్ధపరచండి. విత్తబడిన వాక్యం మా హృదయముల్లో ఫలింపజేయండి. Whatever the word sown in here, preached here, let it be fruitful in our hearts for thy glory's sake, for our transformation's sake. Thank you, Jesus. For the same purpose, we are all committing ourselves into thy wounded hands, so that we may be prepared for thy second coming. Thank you, Jesus. మరొకసారి ప్రభువా, ఈ కూటములన్నిటి కొరకాయ మీకు స్తుతులు చెల్లించి మీ నామాన్ని ఘనపరుస్తూ మీ నామాన్ని మహిమపరచుచు యేసు ప్రభు పేరిట వేడుకొనుచున్నాం తండ్రి. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ലോകമെങ്ങുമുള്ളതായ സകല ദൈവങ്ങളോടും കൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലവും നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു ജയ് വിളിക്കാം. ബോലോ ഖുദാവന്ദ യേശു മസീഹ് കീ കീ കീ. യേശു ക്രിസ്തു പാപികളെ, യേശു ക്രിസ്തു രോഗികളെ, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശു ക്രിസ്തു രാജാവായി നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ, നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ. ബോലോ ഖുദാവന്ദ യേശു മസീഹ് കീ.